ഇതാണ് മാത്തോട്ടം കേട്ടോ. കോഴിക്കോടിൻ്റെ ഒരു പ്രദേശമാണ് മാത്തോട്ടം എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ നേരെ റബിയ സഅദിയുടെ പള്ളിയിലേക്ക്, അവിടെ റബിയ സഅദിയും കൂട്ടിയിട്ട് നേരെ കൊയിലാണ്ടി അനീസ് സഖാഫി ഇൻഷാ അല്ലാഹ്. ഈ മാറാട് ബീച്ചിനടുത്തായിട്ടുള്ള മാറാടിൻ്റെ ബീച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പണ്ട് കലാപം നടന്ന സ്ഥലമാണ് മാറാട് കലാപം കേട്ടില്ലേ, 2004 തോന്നുന്നു. ആ ഒരു സ്ഥലത്തിൻ്റെ ഏരിയയാണ് നമ്മളുള്ളത്. മണലല്ലോ നമ്മൾ പറഞ്ഞ റബിയ സഅദി അടിപൊളി പ്ലേസ്. എന്താ പറയാ, കടലുണ്ടിക്കടവ് പാലം അതല്ലത്, ഇത് ചക്കുംകടവ് പാലം. ബീച്ചിന്റെ സൈഡ് കടലോരം, ബീച്ചിന്റെ അരികിലൂടെ അങ്ങനെ പോയി കണ്ടിരിക്കുക കേട്ടോ. ഇതാണ് ഗൈസ് നമ്മൾ അനീസ് സഖാഫിയുടെ പള്ളി. അനീസ് സഖാഫിയുടെ പള്ളി ഗേറ്റ് വർക്ക് പോയിട്ട് അടിപൊളി പള്ളിയാണ്. പോയി ഗേറ്റ് വർക്ക് തുറക്കണം. ഗേറ്റ് വർക്ക് പോയിട്ട് ഒപ്പം വരുന്നതാ. ഇതാണ് അനീസ് സഖാഫി, നമ്മളെ പണ്ടത്തെ സുഹൃത്തുക്കളാട്ടോ. എന്താ പിടുത്തം, പണ്ടത്തെ സുഹൃത്തുക്കളാ. അട്ടപ്പാടിയാട്ടോ ഇയാളെ പോലെ. അട്ടപ്പാടി ആരോണ്ട് കമന്റ് ചെയ്തോളി. അനീസ് സഖാഫി യൂട്യൂബറാട്ടോ, പുതിയ യൂട്യൂബ് പരിപാടിയാണ്. എല്ലാവരും യൂട്യൂബ് കയറാൻ സാധിക്കും. ഒഴിവുള്ള നമുക്ക് ചൂരൽമല പോയാലോ? ഏത് മലയും പോകും. നല്ല ഡ്രൈവറാണ് മെയിൻ ഡ്രൈവറാ. നിങ്ങൾക്കതിൽ നമുക്ക് പഠിപ്പിച്ചു. അട്ടപ്പാടിയാണ് ആശാന. അട്ടപ്പാടി നോക്കിയിട്ട് കാര്യമില്ല. ഇന്ന് നമ്മുടെ ഹയാത്തിലേക്കാണ് നമ്മുടെ യാത്ര. കളിക്കാൻ പോകുന്നത് എന്നെ പോലുള്ള ചവറും എല്ലാവരും എന്തും കാണും കേട്ടോ. അവൻ്റെ വകാണ് എന്താ കുളപ്പന്മാരെ കയറി വന്ന അവിടെ നിന്ന് വരുന്നത് അത്രയല്ലേ ഉള്ളൂ. ഇപ്പം നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നതാണ് മുതുകുറ്റി അമ്പലം. പ്രാചീന കാലത്തെ അമ്പലമാണ്. ഒരുപാട് ചരിത്രം. പിരിയാണ് ഗൈസ്. ഞങ്ങൾ പിരിഞ്ഞ് പോവുകയാണ്. അത് ഇതിൽ വരുമോ? എന്നാ ശരി, ബൈ. വണ്ടി എങ്ങനെ പോട്ടെ. ഓ